ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ അതിന്റെ പേരിൽ കുറെ നാൾ മിണ്ടാതെ രണ്ട് മുറികളിൽ കഴിയുന്നവരുണ്ട്. കുറച്ചുനാൾ പിന്നിടുമ്പോൾ രണ്ട് വീടുകളിലേക്ക് തന്നെ മാറാം. ചിലർ പൊട്ടിത്തെറിക്കും. എന്നാൽ മക്കളെ ഓർത്ത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ദമ്പതികളെയും കാണാറുണ്ട്. ആരോഗ്യകരമായ കുടുംബജീവിതത്തിന് പരസ്പരം പറയാനുള്ളത് സമയത്ത് തന്നെ പറഞ്ഞു പരിഹരിക്കണം. ഇല്ലെങ്കിൽ ദാമ്പത്യ തകർച്ചയായിരിക്കും ഫലം. നമുക്കിങ്ങനെ എല്ലാവരെയും ഉപദേശിക്കാൻ എളുപ്പമാണ്. നാടുനീളെ നടന്ന് ധ്യാനിപ്പിക്കുകയും ദമ്പതികളെ കൌൺസിലിംഗ് നടത്തുകയും ചെയ്യുന്ന മാരിയോ ജോസഫിനെ കുറിച്ചും ഭാര്യ ജിജിയെക്കുറിച്ചും കേട്ടിട്ടില്ലേ? പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞ ഈ ദമ്പതികൾ കഴിഞ്ഞ 9 മാസമായി അകന്നു കഴിയുകയായിരുന്നു. അതിനിടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനെത്തിയ ഭാര്യയെ മാരിയോ ആക്രമിക്കുന്നു. വഴക്കിനിടെ അയാൾ ജിജിയുടെ തലയിലടിച്ചു, കൈപിടിച്ച് കടിച്ചു, മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. സുവിശേഷ പ്രഘോഷകനും കൌൺസിലറുമായ മാരിയോയുടെയും ജിജിയുടെയും കുടുംബജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ മാരിയോ ജോസഫ്, ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ജിജി മാരിയോ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ഈ ദമ്പതികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാത്തവർ ചുരുക്കമാണ്. സുവിശേഷ പ്രഘോഷകരും ജീവകാരുണ്യ പ്രവർത്തകരുമാണ് ഇരുവരും. ദാമ്പത്യ തകർച്ചയിൽ കഴിഞ്ഞ കുറെ ആളുകളെ കൌൺസിലിംഗിലൂടെ ഒന്നിപ്പിച്ചിട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഭർത്താവ് ഭാര്യയെ തല്ലിയെന്ന് പറഞ്ഞ് ഒരു പരാതി എത്തി. ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജിയാണ് ഭർത്താവ് മാരിയോ ജോസഫിനെതിരെ പരാതി നൽകിയത്. വഴക്കിനിടെ മാരിയോ തലയ്ക്കടിച്ചെന്നും കയ്യിൽ കടിച്ചെന്നും മൊബൈൽ ഫോൺ എറിഞ്ഞു തകർത്തെന്നുമാണ് പരാതി. സംഭവത്തിൽ മാരിയോയ്ക്കെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തു. ജിജിക്കെതിരെ മാരിയോയും പരാതി നൽകിയിട്ടുണ്ട്. സുവിശേഷ പ്രഘോഷകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോയുടെ തലയിൽ TV സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് അടിച്ചെന്നാണ് പരാതി. കൈകൾ കടിച്ചുപറിച്ചെന്നും മുടിക്കുത്തിന് പിടിച്ച് വലിച്ചെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും ചാലക്കുടി പോലീസിൽ ജിജി നൽകിയ പരാതിയിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാരിയോയ്ക്കെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തു. 9 മാസമായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. അതിനിടെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാനായി ഭാര്യ ജിജി മാരിയോയെ കാണാൻ എത്തിയപ്പോൾ അയാൾ അക്രമാസക്തനാവുകയും ഭാര്യയെ ആക്രമിക്കുകയുമായിരുന്നു. 70,000 രൂപയുടെ മൊബൈൽ പൊട്ടിച്ചു. ഇതിന് പിന്നാലെയാണ് ഭർത്താവ് സുലൈമാൻ എന്ന മാരിയോ ജോസഫിനെതിരെ ഭാര്യ ജിജി മാരിയോ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. BNS 126(2) പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 1 മാസം തടവും 5,000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിത്. ജിജിക്കെതിരെ മാരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിശോധിച്ചു വരികയാണെന്ന് ചാലക്കുടി പോലീസ് അറിയിച്ചു. ദമ്പതികൾക്കും യുവാക്കൾക്കും വേണ്ടി ധ്യാനങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയവരാണ് മാരിയോ ജിജി ദമ്പതികൾ. കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൌൺസിലർമാരായിരുന്നു. ഇങ്ങനെ കൌൺസിലിംഗ് നടത്തി നിരവധി പേരെ ഒന്നിപ്പിച്ചതായും ഇവർ അവകാശപ്പെടുന്നു. ഇരുവരും കുറെ വർഷങ്ങളായി ഫിലോകാലിയ എന്ന സംഘടനയിലൂടെ ധ്യാനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഒട്ടേറെ നിർധനരായവർക്ക് വീടുകൾ വെച്ചു കൊടുത്തും മറ്റ് സാമൂഹ്യ ഇടപെടലുകളും നടത്തുന്നവരാണിവർ. ഇസ്ലാം മത വിശ്വാസിയായിരുന്ന സുലൈമാൻ വർഷങ്ങൾക്ക് മുൻപാണ് ക്രിസ്തുമതത്തിൽ ആകൃഷ്ടനായി മതം മാറിയത്. പിന്നീട് ജിജിയെ വിവാഹം കഴിക്കുകയായിരുന്നു. മാരിയോയുടെ പല പ്രഭാഷണങ്ങളും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചതാണ്. ന്യൂസ് 18 തൃശൂർ. മദ്യപിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട്. ചിലർ ആഘോഷങ്ങൾക്കും സന്തോഷമുള്ളപ്പോഴും കള്ളു കുടിക്കും. മറ്റു ചിലരാകട്ടെ സങ്കടവും വിഷമവും മാറ്റാനാണ് 2 സ്മോൾ അടിക്കുന്നത്. എന്നാൽ മദ്യപാനികൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കൊപ്പം പരമാവധി മദ്യപിക്കാതിരിക്കുക.
കാരണം നമ്മുടെ നാട്ടിലെ പല അക്രമ സംഭവങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണം മദ്യവും ലഹരിയുമാണ്. തൃശൂർ ചാലക്കുടിയിൽ അയൽവാസികളായ 3 പേർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോഴുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിലാണ് കലാശിച്ചത്. ചാലക്കുടി കൊരട്ടി സ്വദേശി സുധാകരനാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അയൽവാസികളും സുഹൃത്തുക്കളുമായ ശശിയും സുധാകരനും രാജപ്പനും പല ദിവസങ്ങളിലും പണി കഴിഞ്ഞ് വൈകിട്ട് എല്ലാ ദിവസവും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന ശീലമുണ്ട്. ചിലപ്പോഴൊക്കെ മദ്യപാനത്തിനിടെ വാക്കുതർക്കവും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാജപ്പന്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുമ്പോൾ ഉണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് സംഭവം. മദ്യം വാങ്ങി വന്ന ശേഷം 3 പേരും സുധാകരനോട് ഭക്ഷണം പാചകം ചെയ്തതിനെ പറ്റി തർക്കമായി. സുധാകരൻ പച്ചമുളകും ഇഞ്ചിയും അരിയുന്നതിനുള്ള കത്തിയുമായി രാജപ്പന്റെ വീട്ടിലെത്തി. 3 പേരും ചേർന്ന് കുറച്ച് മദ്യം കഴിച്ചു. പിന്നെയും മദ്യം കുടിക്കുന്നതിനുള്ള നീക്കം കണ്ടതോടെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതിനെ ചൊല്ലി തർക്കമുണ്ടാവുകയായിരുന്നു. തുടർന്നാണ് കത്തിക്കുത്തുണ്ടായത്. സുധാകരനെ തർക്കത്തിനിടെ ശശി കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. രാജപ്പന്റെ വീടിന് മുന്നിൽ ചോര വാർന്ന് മരിച്ച നിലയിലാണ് സുധാകരന്റെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ ശശിയും രാജപ്പനും ഒളിവിൽ പോയി. പിന്നീട് രാജപ്പന്റെ മകൻ തിരികെ വന്നപ്പോഴാണ് ചോര വാർന്ന് മരിച്ച നിലയിൽ സുധാകരനെ കണ്ടെത്തിയത്. കേസിൽ ശശിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 തൃശൂർ. മദ്യപാനികൾക്ക് വഴക്കുണ്ടാക്കാൻ നിസ്സാര കാരണങ്ങൾ മതി. കള്ള് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ആരെയെങ്കിലും 2 തെറി പറയുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? പെരുമ്പാവൂർ വെങ്ങോല സ്വദേശി സിദ്ദിഖ് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നയാളാണ്. ചെറിയ വാക്കുതർക്കത്തെ തുടർന്ന് സിദ്ദിഖ് വാക്കത്തിയെടുത്തു വരുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ പേടി തോന്നും. ആക്രമണത്തിന്റെ സിദ്ദിഖ് കൂടാലപ്പാട് സ്വദേശി ബൈജുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പെരുമ്പാവൂർ ബെവറേജസ് പരിസരത്താണ് മദ്യപാനത്തെ ചൊല്ലി തർക്കവും ആക്രമണവും ഉണ്ടായത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മദ്യപാനത്തെ തുടർന്നാണ് ബൈജുവും സിദ്ദിഖും തമ്മിൽ തർക്കമായത്. ബിവറേജസിലെത്തി മദ്യം വാങ്ങിയ ശേഷം മറ്റുള്ളവർക്ക് നൽകുന്ന രീതിയാണ് ബൈജുവിന്റേത്. ഇയാളിൽ നിന്നും വാങ്ങിയ മദ്യത്തിൽ ശീതളപാനീയം കലർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സിദ്ദിഖും ബൈജുവും തമ്മിൽ തർക്കത്തിലായി. ഇതേ തുടർന്നാണ് കയ്യിൽ കിട്ടിയ വാക്കത്തി ഉപയോഗിച്ച് സിദ്ദിഖ് ബൈജുവിനെ വെട്ടിയത്. വെങ്ങോലയിൽ താമസിക്കുന്ന സിദ്ദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ ബൈജുവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഡൽഹിയിൽ നടന്നത് ചാവേർ സ്ഫോടനമോ അതോ സ്ഫോടക വസ്തുക്കൾ കടത്തുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിയതോ? കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചതെന്ന CCTV ദൃശ്യങ്ങളിലെ കണ്ടെത്തലാണ് ചാവേർ ആക്രമണമല്ല എന്ന സംശയം ബലപ്പെടുത്തുന്നത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളല്ലാതെ എക്സ്പ്ലോസീവ് ഡിവൈസ് ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഭീകരർ സൈന്യം ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചെന്നാണ് സൂചന. കൂട്ടാളികൾ പിടിയിലായതോടെ ഡോക്ടർ ഉമർ നബി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ സ്ഫോടനം ഉണ്ടായതാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ. സ്ഫോടനത്തിന് പിന്നാലെ രാജ്യതലസ്ഥാനം അതീവ ജാഗ്രതയിലാണ്.
बॉम्ब ब्लास्ट हुआ है लाल किले के सामने। ഡൽഹിയിൽ നടന്നത് ചാവേർ ബോംബ് സ്ഫോടനമാണോ അതോ സ്ഫോടക വസ്തുക്കളുമായി പോകുന്ന കാർ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചാണോ? ഇതിൽ ഏതെങ്കിലും ഒന്നിന് സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ വഴിക്കുള്ള അന്വേഷണമാണ് പ്രധാനമായും അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. ഇത് ഒരു ചാവേർ സ്ഫോടനമല്ല എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്താൻ ചില കാരണങ്ങളുണ്ട്. കാരണം ഈ സ്ഫോടന സ്ഥലത്ത് നടത്തിയ വിശദമായ പരിശോധനയിൽ എവിടെയും സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളുടെ അംശങ്ങൾ കണ്ടെത്തുകയല്ലാതെ എക്സ്പ്ലോസീവ് ഡിവൈസോ ഡിവൈസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്സുകളോ ഇതുവരെ കണ്ടെത്താൻ, ഇലക്ട്രോണിക്സ് പാർട്ടുകളോ വയറുകളോ ബാറ്ററികളോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാസവസ്തുവിൻ്റെ അംശങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് എന്നാണ് ശാസ്ത്രീയമായി ഇത് ഒരു ചാവേർ ബോംബ് സ്ഫോടനമല്ല എന്നുള്ള സംശയത്തിലേക്ക് എത്തിക്കുന്നത്. കാരണം എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ച് ഈ രാസവസ്തുവിനെ ഒരു ബോംബാക്കി യഥാർത്ഥത്തിൽ മാറ്റിയിരുന്നില്ല. പക്ഷേ ഈ രാസവസ്തുക്കൾ മറ്റെന്തോ കാരണത്താൽ പല കാരണങ്ങളാൽ പൊട്ടിത്തെറിക്കാം. അങ്ങനെ പൊട്ടിത്തെറിച്ചാവാം എന്ന് കരുതുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ചാവേർ ബോംബ് സ്ഫോടനത്തിന് സാധാരണഗതിയിൽ കാറിലാണ് സ്ഫോടനം ഉപയോഗിക്കുന്നത്. ലോകത്താകമാനം തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് കാറ് വളരെ വേഗത്തിൽ ഓടിച്ച് ഏതെങ്കിലും ആൾക്കൂട്ടത്തിനിടയിലേക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ എത്തിക്കുക, അവിടെ വെച്ച് പൊട്ടിച്ചിതറുക എന്നുള്ളതാണ്. വാഹനം വേഗത്തിലാവുന്നതും അതിൻ്റെ ഇടിയുടെ ആഘാതമെല്ലാം ചേരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ബോംബ് സ്ഫോടനത്തിൻ്റെ ആഘാതം വർദ്ധിക്കും. അങ്ങനെയല്ല ഇതുണ്ടായത്. ഇത് ഒരു സിഗ്നൽ ലൈറ്റിൽ വളരെ സാവധാനത്തിൽ സിഗ്നൽ ലൈറ്റിൽ നിന്ന് കാറ് നീങ്ങുന്നു, പൊടുന്നനെ പൊട്ടിത്തെറിക്കും. തൊട്ടടുത്തൊക്കെ വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ വാഹനങ്ങളിലേക്കെല്ലാം ഈ തീ വ്യാപിക്കുകയും അല്ലെങ്കിൽ ആ പൊട്ടിത്തെറിയുടെ ആഘാതം ഉണ്ടാവുകയും അടുത്തടുത്ത് ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അതിന് മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് ഒരു സംശയമായി നിൽക്കുന്നു. മൂന്നാമത്തെ ഒരു വിഷയം, ഇത്തരം ഒരു ചാവേർ ബോംബ് സ്ഫോടനം നടത്താൻ ഇത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ വിമോചിപ്പിക്കണം അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഒരു സ്വതന്ത്ര കാശ്മീരാക്കണം അല്ലെങ്കിൽ പാകിസ്ഥാനെ കേന്ദ്രമാക്കണം എന്നൊക്കെ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന, പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്ന, പൂർണ്ണമായും ISIയുടെ കാർമികത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ ജെയ്ഷെ മുഹമ്മദ് ആണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അങ്ങനെയാണെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ഇത്തരം ഒരു സ്ഫോടനത്തിന് വേണ്ടി അവരുടെ ഒരാളെ ചാവേറായി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഈ രംഗത്തെ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നുണ്ട്. കാരണം ജെയ്ഷെ മുഹമ്മദിന് ആഗോളതലത്തിൽ തന്നെയുള്ള പല ഏജൻസികളും പറയുന്നത് പരമാവധി പോയാൽ 500-ൽ താഴെ ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഈ തരത്തിലേക്ക് പടയാളികളായി ഉള്ളത്. അവരുടെ ഈ ചാവേറുകളായോ അല്ലെങ്കിൽ അവർക്ക് ഈ ഭീകരരുടെ ഒരു സംഘം, അങ്ങനത്തെ ഒരു ഭീകര സംഘത്തിൽ നേരിട്ട് ആക്ഷനിൽ പങ്കെടുക്കാൻ കഴിയുന്നൊക്കെ 500-ൽ താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ. അവർ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി ഒരാളെ ചാവേറ ഉപയോഗിക്കാൻ കഴിയില്ല. സാധാരണഗതിയിൽ അവർക്ക് ഈ കാറ് ഏതെങ്കിലും തിരക്കുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി ആൾ മാറിയ റിമോട്ട് കൺട്രോളിലൂടെയൊക്കെ തകർക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. എന്തായാലും അത്തരം സംശയങ്ങളൊക്കെ ശക്തമായി തന്നെ നിൽക്കുകയാണ്. ഈ കാർ ഓടിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ ഈ സ്ഫോടനം നടത്തിയെന്ന് ചാവേർ എന്നൊക്കെ കരുതപ്പെടുന്ന ഉമർ നബി എന്ന് പറഞ്ഞ ഡോക്ടർ ഉമർ നബി, അയാൾ പിടിക്കപ്പെടുമെന്ന് ഏറെക്കുറെ അയാൾക്ക് ഉറപ്പായിരുന്നു. അയാളുടെ കൂട്ടാളികളിൽ നിന്നാണ് 2000-ഓളം കിലോ സ്ഫോടക വസ്തുക്കളൊക്കെ കണ്ടെടുത്തത്, AK-47 തോക്കുകൾ കണ്ടെടുത്തത്, ഈ മറ്റ് ഡോക്ടർമാരെ അടക്കം പിടിക്കപ്പെട്ടത്. അയാൾ പിടിക്കപ്പെട്ടപ്പോൾ അയാളുടെ പക്കലുണ്ടായിരുന്ന സ്ഫോടക വസ്തുവുമായി അയാൾ മറ്റിടത്തേക്കും പോയതാവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ മാനസിക ഇതിൽ ചിലപ്പോൾ ഈ അബദ്ധത്തിൽ ഇത് പൊട്ടിത്തെറിച്ചാവാം. അങ്ങനെ പല പല കാരണങ്ങളാണ് നിൽക്കുന്നത്. എന്തായാലും ഇതൊരു ആസൂത്രിതമായ ചാവേർ ബോംബ് സ്ഫോടനത്തിൻ്റെ സ്വഭാവമല്ല ഇതിന് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഏജൻസിയിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ ഇത് കൃത്യമായി അറിയാൻ കഴിയും. बॉम्ब ब्लास्ट हुआ है लाल किले के सामने। പത്തനംതിട്ട സ്വദേശി ജോയലും ഗുജറാത്തുകാരി ഹിരാൽ ബെൻ എന്ന യുവതിയും തമ്മിൽ എന്താണ് ബന്ധം? ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ജോയൽ പിടിയിലായതിന് പിന്നാലെയാണ് ഈ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കേരള പോലീസിന് ലഭിച്ചത്. ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി വൻ തട്ടിപ്പ് നടത്തി വന്ന സംഘത്തിലെ പ്രധാനിയാണ് ഹിരാൽ ബെൻ. കേസിലെ രണ്ടാം പ്രതിയായ യുവതിയെ പത്തനംതിട്ട സൈബർ പോലീസ് അഹമ്മദാബാദിൽ നിന്നും അറസ്റ്റ് ചെയ്തു. സൈബർ സുരക്ഷാ ശൃംഖലയിൽ നുഴഞ്ഞുകയറി പ്രതികൾ വിവരങ്ങൾ ചോർത്തിയെന്നാണ് കണ്ടെത്തൽ.
ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി തട്ടിപ്പ് നടത്തിയ ഒന്നാം പ്രതി ജോയലിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസ് രണ്ടാം പ്രതിയിലേക്ക് എത്തിയത്. താൻ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ജോയൽ പരസ്യപ്പെടുത്തുമായിരുന്നു. തുടർന്ന് ശേഖരിക്കുന്ന വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളും മൊബൈൽ നമ്പറുകളുടെ ലൈവ് ലൊക്കേഷനുകളും കോൾ ഡേറ്റ റെക്കോർഡുകളും പ്രതികൾ ചോർത്തി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചുവെന്നാണ് കേസ്. കേസിൽ പ്രതികളുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന വിധത്തിലുള്ള കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തത് എന്നതിനാൽ അതീവ രഹസ്യമായാണ് അന്വേഷണം. സൈബർ സുരക്ഷാ ശൃംഖലയിൽ നുഴഞ്ഞുകയറിയ പ്രതികൾ വിവരങ്ങൾ ചോർത്തിയെന്നാണ് കരുതുന്നത്. ഇവർ ശേഖരിച്ച വിവരങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്തോ എന്നും അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറും കുടുങ്ങുമോ? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും CPM നേതാവ് പത്മകുമാർ സാവകാശം തേടിയിരിക്കുകയാണ്. അതിനിടെ എല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയെന്ന റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വന്നതോടെ CPM-ഉം പ്രതിക്കൂട്ടിലായി. കേസിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്നാണ് സൂചന. എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങളാണ് രാഷ്ട്രീയ നേതൃത്വത്തിനും കുരുക്കാവുന്നത്. എൻ വാസു സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സ്വർണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്നതാണ് ശ്രദ്ധേയം. ദേവസ്വം ഉദ്യോഗസ്ഥർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിലെ ഈ പരാമർശങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനും കുരുക്കാവുന്നത്. എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. 2019 എ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് കേസിൽ പ്രതിപട്ടികയിലുണ്ട്. പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അക്കാലയളവിലെ സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥർ, മറ്റു ജീവനക്കാർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. ഇത് പൂർത്തിയായ ശേഷം പത്മകുമാർ അടക്കമുള്ള ബോർഡ് അംഗങ്ങൾക്കെതിരെയുള്ള നടപടികളിലേക്ക് സംഘം കടക്കുമെന്നാണ് സൂചന. പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിപ്പിച്ചെങ്കിലും പത്മകുമാർ സാവകാശം തേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുന്നത് സർക്കാരിനും CPM-നും വലിയ കുരുക്കാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് വാഹനം കടത്തിയ കേസിൽ സിനിമാ താരങ്ങളും കുടുങ്ങുമോ? വ്യാജരേഖകൾ ഉപയോഗിച്ച് കാർ ഇറക്കുമതി ചെയ്തെന്ന് കണ്ടെത്തിയ അമിത് ചക്കാലക്കൽ ഉൾപ്പെടെയുള്ളവർക്ക് ED നോട്ടീസ് അയച്ചു. ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ദുൽഖർ സൽമാനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് സൂചനയുണ്ട്. താരങ്ങളുടെ വീടുകളിലെ റെയ്ഡിന് പിന്നാലെയാണ് EDയുടെ നടപടി. ഭൂട്ടാൻ കാർ കള്ളക്കടത്തിലെ കള്ളപ്പണം ഇടപാടാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. ഭൂട്ടാൻ കാർക്കടത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. നടന്മാരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ചില രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇരുവരുടെയും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫെമ നിയമലംഘനം നടന്നെന്ന നിഗമനത്തിലായിരുന്നു EDയുടെ പരിശോധന. ലഹരിക്കടത്തും സംശയനിഴലിലുള്ളതിനാൽ ആദായനികുതി വകുപ്പും NCBയും അന്വേഷണം നടത്തിയേക്കും. അതേസമയം നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയാണ് വാഹനങ്ങൾ വാങ്ങിയതെന്നാണ് ദുൽഖർ നേരത്തെ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. വ്യാജരേഖകളുണ്ടാക്കി ഇന്ത്യയിലേക്ക് വാഹനമെത്തിച്ച ഇടനിലക്കാർ
കച്ചവടക്കാർ, വാഹനം വാങ്ങിയവർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഇഡിയുടെ അന്വേഷണം നടക്കുന്നത്. സംസ്ഥാനത്തെ 17 ഇടങ്ങളിലായി കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിന്റെ തുടക്കമായിട്ടാണ് ഇഡി അന്വേഷണവും. നടന്മാരെ കൂടാതെ വിദേശ വ്യവസായി, വാഹന ഡീലർമാർ എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനിടെ കസ്റ്റംസ് പിടിച്ചെടുത്ത ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം കേസ് തീരുന്നതുവരെ നിരത്തിലിറക്കരുതെന്ന വ്യവസ്ഥയോടെ വിട്ടു നൽകിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. വിദ്യാർത്ഥികൾ രാവിലെ സ്കൂളിലെത്തിയാൽ പിന്നെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കുട്ടികൾ പുറത്തു പോകുന്നുണ്ടോ എന്ന് അധ്യാപകർക്ക് ശ്രദ്ധ വേണം. കഴിഞ്ഞ ദിവസം തൃശൂർ ശ്രീനാരായണപുരത്ത് 4ാം ക്ലാസ്സുകാരൻ ആരും അറിയാതെ സ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോയൊരു സംഭവമുണ്ടായി. പിന്നാലെ സ്കൂളിലെത്തി രക്ഷിതാവിന്റെ പരാക്രമം. സ്കൂളിൽ കയറിയ അധ്യാപകനെ മർദ്ദിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോഴങ്കാവ് സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ധനീഷാണ് പിടിയിലായത്. അതിനിടെ മകനെ അധ്യാപകൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും മാനസികമായി ഉപദ്രവിച്ചിരുന്നതായും ചൂണ്ടിക്കാട്ടി ബന്ധുക്കളും പരാതി നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 3:30ഓടെയാണ് കൊടുങ്ങല്ലൂർ പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് LP സ്കൂളിൽ അധ്യാപകൻ ഭരത് കൃഷ്ണയ്ക്ക് നേരെ കയ്യേറ്റമുണ്ടാകുന്നത്. 4ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും അന്നേ ദിവസം ഇറങ്ങിപ്പോയിരുന്നു. കുട്ടിയുടെ വീട്ടിലെത്തി ഭരത് വിദ്യാർത്ഥിയെ തിരികെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇക്കാര്യം ചോദിക്കുന്നതിനായി സ്കൂളിലെത്തിയ ധനീഷും ഭരതും തമ്മിൽ തർക്കമുണ്ടാവുകയും ധനീഷ് ഭരത്തിനെ മർദ്ദിക്കുകയുമായിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ ധനീഷിനെ മതിലകം പോലീസ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഇന്നലെ ഉച്ചയോടെയാണ് കസ്റ്റഡിയിലെടുത്തത്. വൈകിട്ടോടെ മതിലകം പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ രാത്രിയിൽ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ അധ്യാപകൻ കുട്ടിയോട് നിരന്തരം മോശമായി പെരുമാറിയിരുന്നുവെന്നും സംഭവ ദിവസം നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. മതിലകം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും കാപ്പ കേസ് പ്രതിയുമാണ് കേസിൽ അറസ്റ്റിലായ ധനീഷ്. ഇയാളുടെ കേസുകളെ ചൊല്ലി അധ്യാപകനായ ഭരത് കുട്ടിയെ നിരന്തരം അപമാനിച്ചിരുന്നുവെന്നും ഇതേ തുടർന്ന് 10 വയസ്സുകാരനായ മകൻ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നും ഇക്കാരണം കൊണ്ട് ആഴ്ചകളോളം സ്കൂളിൽ പോയിരുന്നില്ലെന്നും അമ്മ രശ്മി പറഞ്ഞു. കുട്ടിയെ മാനസികമായി വേദനിപ്പിച്ച അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും CWCക്കും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിരിക്കുകയാണ് ഇവർ. ന്യൂസ് 18 തൃശൂർ. മോഷ്ടാക്കളെ കൊണ്ട് ദൈവങ്ങൾ പോലും പൊറുതിമുട്ടിയ അവസ്ഥയാണ്. വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളിലെ പണവും സ്വത്തുമെല്ലാം കൊള്ളയടിക്കുന്ന സംഘങ്ങൾ. ഇടുക്കി മറയൂരിലെ ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള കവർച്ചാ സംഘമാണ്. കേസിൽ 2 പ്രതികൾ അറസ്റ്റിലായി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള 21 കിലോ തൂക്കം വരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന വിഗ്രഹമാണ് മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത്. തേനി മണിയൻകരൻപെട്ടി സ്വദേശി വേളാങ്കണ്ണി, ഉത്തമപാളയം രംഗനാഥപുരം സ്വദേശി കുമരേശൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഒരാളെ തമിഴ്നാട് ബോഡിനായ്ക്കരിൽ നിന്നുമാണ്
പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഗ്രഹം ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് കണ്ടെത്തി. കഴിഞ്ഞ 6-ന് പുലർച്ചെയാണ് മറയൂർ വകുവരെ എസ്റ്റേറ്റിലെ കാളിയമ്മൻ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം മോഷണം പോയത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള 21 കിലോ തൂക്കം വരുന്ന വിഗ്രഹത്തിന് ലക്ഷങ്ങൾ വിലമതിക്കും. സംഭവത്തിന് ശേഷം മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. ഈ കഴിഞ്ഞ 6/11/2027 തീയതിക്കും 7/11/2027 തീയതിക്കും ഇടയ്ക്ക് മറയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഗോര എസ്റ്റേറ്റ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന കാളിയമ്മൻ ക്ഷേത്രത്തിലെ പുരാതനമായ പഞ്ചലോക വിഗ്രഹം മോഷണം പോയ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം പുതിയൊരു സ്ക്വാഡ് ഫോം ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതി സെൽവൻ ആണ്ടിപ്പെട്ടി സ്വദേശിയാണ്. അയാൾക്ക് തമിഴ്നാട്, കേരളത്തിലുമായിട്ട് ഏകദേശം 30ഓളം കേസുണ്ട്. രണ്ടാം പ്രതി കുമരേശൻ. അങ്ങനെ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രോപ്പർട്ടി പഞ്ചലോക വിഗ്രഹം അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. 40ഓളം ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തി അന്വേഷണം നടത്തിവരികെ പ്രതികൾ തമിഴ്നാട്ടിലെ കമ്പം, ബോഡി മേഖലകളിൽ ഉള്ളതായി സൂചന ലഭിക്കുകയായിരുന്നു. തുടർന്ന് അന്വേഷണം നടത്തിവരവെ പ്രതികളിൽ ഒരാൾ പൂപ്പാറയിലെത്തിയതായി സൂചന ലഭിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ബോഡിയിലെത്തിച്ച് രണ്ടാം പ്രതിയെയും പിടികൂടുകയായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ബാങ്കുകളിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണത്തിന് കൂടുതൽ പണം നൽകാമെന്ന് പരസ്യങ്ങൾ ഇപ്പോൾ പലയിടത്തും കാണാറുണ്ട്. എന്നാൽ ഇങ്ങനെ പരസ്യം നൽകി തട്ടിപ്പ് നടത്തുന്ന ആളുകളെ സൂക്ഷിക്കണം കേട്ടോ. തിരുവനന്തപുരം ബാലരാമപുരത്ത് ഉടമയറിയാതെ പണയ സ്വർണം വിൽപ്പന നടത്തിയ കേസിൽ ഫിനാൻസ് ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാലരാമപുരം സൂര്യ ഫിനാൻസ് ഉടമ അനിലാണ് പിടിയിലായത്. ഇയാൾ നിരവധി പേരെ കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മറ്റു ബാങ്കുകളിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണത്തിന് കൂടുതൽ തുക നൽകാം എന്ന് പറഞ്ഞാണ് അനിൽ ഇടപാടുകാരെ സമീപിച്ചത്. കുറഞ്ഞ പലിശയ്ക്ക് പണയം വെച്ചിരിക്കുന്ന സ്വർണമെടുത്ത് അമിത പലിശയ്ക്ക് ഇയാളുടെ ഫിനാൻസ് സ്ഥാപനത്തിൽ പണയം വെക്കുകയും അമിത പലിശ ഈടാക്കിക്കൊണ്ട് ഇടപാടുകാർ പോലും അറിയാതെ ഇത് വിൽപ്പന നടത്തുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. സ്വർണം നഷ്ടപ്പെട്ട പാറശാല സ്വദേശി അജേഷും ബാലരാമപുരം സ്വദേശി സുനിതയും പരാതിയുമായി രംഗത്ത് വന്നു. പണയ സ്വർണം നഷ്ടപ്പെട്ടവർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. അനിൽ ജില്ലയിലെ 8 ഇടങ്ങളിൽ ഫിനാൻസ് സ്ഥാപനങ്ങൾ നടത്തി വന്നിരുന്നു. ഇവ കേന്ദ്രീകരിച്ച് നടന്ന ഇടപാടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ബാലരാമപുരം പോലീസ്. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ ബാലരാമപുരം SHO സൈജുനാഥ്, സബ് ഇൻസ്പെക്ടർമാരായ രാജേഷ് കുമാർ, ഗോപകുമാർ, പോലീസ് കോൺസ്റ്റബിൾമാരായ ലെനിൻ, ജിതിൻ, അജയ് ഘോഷ്, വനിതാ കോൺസ്റ്റബിൾ ആശ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അനിലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. മൂവാറ്റുപുഴ പോലീസിനെ കുറെ വട്ടം കറക്കിയ കള്ളനാണ് മൂർഷിദാബാദ് സ്വദേശി സനദ് മണ്ഡലി. ഇതര സംസ്ഥാന തൊഴിലാളി എന്ന വ്യാജേനയെത്തി കവർച്ച നടത്തുന്നതാണ് ഇയാളുടെ രീതി. കഴിഞ്ഞ ദിവസം ഒരു മോഷണ കേസിൽ സനദ് പിടിയിലായെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ബംഗാളിലെത്തിയ പോലീസ് മുർഷിദാബാദിലെ റാണിനഗർ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ അറസ്റ്റ് ചെയ്തു.
കഴിഞ്ഞ മാസം 29-നാണ് പശ്ചിമബംഗാൾ സ്വദേശി സനത് മണ്ഡലി മൂവാറ്റുപുഴ കോടതി പരിസരത്തു നിന്ന് പോലീസിനെ വെട്ടിച്ച് കടന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ സനത് പിടിയിലായി. മുർഷിദാബാദിലെ റാണിനഗർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ ബംഗാളിലെ വീടിന് സമീപത്തു നിന്ന് പിടികൂടിയത്. 29-ന് വാഴക്കുളം കല്ലൂർക്കാട്ട് ജംഗ്ഷനിലുള്ള സ്ഥാപനത്തിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപ വില വരുന്ന ചെമ്പ് കോയിലുകളും പിച്ചളയും മോഷ്ടിച്ച കേസിൽ ശ്രീമന്ത് മണ്ഡൽ, സനത് മണ്ഡൽ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനായി വാഹനത്തിൽ കയറ്റുന്നതിനിടെയാണ് പോലീസുകാരെ തള്ളിമാറ്റി പ്രതികൾ വിലങ്ങുമായി രക്ഷപ്പെട്ടത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശ്രീമന്ത് മണ്ഡലിനെ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് പിടികൂടിയിരുന്നു. മൂവാറ്റുപുഴ പോലീസിന്റെയും വാഴക്കുളം പോലീസിന്റെയും നേതൃത്വത്തിൽ സനത് മണ്ഡലിനായി വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ട്രെയിൻ വഴിയാണ് പ്രതി ബംഗാളിലെത്തിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കാസർഗോഡ് കിദൂർ ശ്മശാനത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയ കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. കുമ്പള പഞ്ചായത്ത് അംഗം രവിരാജാണ് മരങ്ങൾ മുറിച്ച് വിൽപ്പന നടത്തിയത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരം മുറി വിവാദമായതിനെ തുടർന്ന് കുമ്പള പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് അംഗം അറസ്റ്റിലായത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കുമ്പള പഞ്ചായത്തിന്റെ അധീനതയിൽ കിദൂരിലുള്ള ശ്മശാനത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയ കേസിൽ കുമ്പള പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ. 8ാം വാർഡ് അംഗമായ രവിരാജ് എന്ന തുമ്മയ്യയാണ് കുമ്പള SI അനൂപിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2 ആഴ്ച മുൻപാണ് ശ്മശാന ഭൂമിയിൽ നിന്ന് ഇയാൾ 124 മരങ്ങൾ മുറിച്ചു കടത്തിയത്. മരംമുറി വിവാദമായതിനെ തുടർന്ന് കുമ്പള പഞ്ചായത്ത് സെക്രട്ടറിയാണ് പോലീസിൽ പരാതി നൽകിയത്. അന്വേഷണത്തിൽ രവിരാജിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ചു കടത്തിയതെന്ന് വ്യക്തമായി. മുറിച്ചു കടത്തിയ മരത്തടികൾ ഒരു മരമില്ലിൽ വിൽപ്പന നടത്തിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉപയോഗിച്ചാണ് ലഹരി മാഫിയയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. വലിയ തുക കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് ലഹരി വിൽപ്പനയ്ക്ക് കൗമാരക്കാരെ നിയോഗിക്കും. ഇങ്ങനെ നിരവധി വിദ്യാർത്ഥികൾ മാഫിയകളുടെ കെണിയിലുണ്ട്. മലപ്പുറം തിരൂരിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടെ MDMAയുമായി 18-കാരൻ അറസ്റ്റിലായി. പറവണ്ണ സ്വദേശി അലി അസ്കറാണ് പിടിയിലായത്. 10 ഗ്രാം MDMAയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച ബൈക്കും ഇയാളിൽ നിന്നും കണ്ടെടുത്തു. തിരൂർ പറവണ്ണയ്ക്കടുത്ത് അരിക്കാഞ്ചിറയിൽ നിന്നാണ് മാരക മയക്കുമരുന്നായ MDMAയുമായി 18-കാരനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തെ തുടർന്ന് ഉത്തരമേഖല എക്സൈസ് സ്ക്വാഡും തിരൂർ എക്സൈസും നടത്തിയ പരിശോധനയിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടുകയായിരുന്നു. പറവണ്ണ സ്വദേശി അലി അസ്കർ എന്ന 18-കാരനെ 10 ഗ്രാം MDMAയുമായി പിടികൂടി. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ഉത്തരമേഖല സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിജുമോൻ, അംഗങ്ങളായ സിവിൽ എക്സൈസ് ഓഫീസർ പ്രവീൺ, അഖിൽ ദാസ്, സച്ചിൻ ദാസ്, തിരൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബുരാജ്, മുഹമ്മദ് അലി, ഗണേശൻ, സിവിൽ എക്സൈസ് ഓഫീസർ സുധീഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിത എന്നിവരടങ്ങിയ സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത്.
ന്യൂസ് 18 തിരൂർ. പോലീസ് പട്രോളിന് പോകുന്നത് കൊല്ലം കൊട്ടാരക്കരയിലേക്കാണ്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസം സൈനികനായ യുവാവിനെ ക്രൂരമായി ആക്രമിച്ചൊരു സംഭവമുണ്ടായി. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് തഴുത്തല സ്വദേശി രാഹുലിനെ 2 അംഗ സംഘം മർദ്ദിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തഴുത്തല സ്വദേശി ഷംനാദാണ് പിടിയിലായത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. തഴുത്തല പേരയം സ്വദേശി 22-കാരൻ രാഹുൽ എന്ന സൈനികനെ കഴിഞ്ഞ ഓഗസ്റ്റ് 24-ന് രാത്രി 8 മണിയോടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ ഷംനാദും ബീഡി കിച്ചു എന്നറിയപ്പെടുന്ന വിനീതും ചേർന്ന് ആക്രമിച്ചിരുന്നു. ചുറ്റികയും പാറക്കല്ലും ഉപയോഗിച്ചാണ് ഇരുവരും രാഹുലിനെ മർദ്ദിച്ചത്. ആക്രമണത്തിൽ രാഹുലിന്റെ ഒരു പല്ലൊടിഞ്ഞു. സഹോദരന് ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിനീതിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഷംനാദ് ഒളിവിൽ പോയതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു. കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിൽ SI-മാരായ നിധിൻ നളൻ, വിഷ്ണു, മിഥുൻ, CPO-മാരായ സാം മാർട്ടിൻ, ഹരീഷ് എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് അറസ്റ്റ് നടത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. മലപ്പുറം എടപ്പാളിൽ നിന്നും ഏറെ കരളലിയിപ്പിക്കുന്ന ഒരു കഥ കേട്ടു. ഓട്ടിസം ബാധിതയായ മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത അമ്മ. മാണൂർ സ്വദേശിനി അനിതകുമാരിയാണ് മകൾ അഞ്ജനയെ ഡ്രമ്മിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത്. മകളുടെ രോഗാവസ്ഥയിലുള്ള നിരാശയാണ് കൂട്ടമരണത്തിന് കാരണമെന്നാണ് നിഗമനം. രാവിലെ പ്രദേശവാസികളാണ് അനിതയെ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ എത്തിയപ്പോൾ വീട്ടുമുറ്റത്ത് ഡ്രമ്മിൽ മകളെയും വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. എടപ്പാൾ ഹോസ്പിറ്റൽ ജീവനക്കാരനായ മകൻ അജിത് രാത്രി ജോലിക്ക് പോയിരുന്നു. അനിതയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ 1 മാസം മുമ്പാണ് മരിച്ചത്. ഭർത്താവിന്റെ മരണം അനിതയെ മാനസികമായി തളർത്തിയിരുന്നു എന്നാണ് വിവരം. കുറ്റിപ്പുറം CI നൌഫലിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിച്ചു. ജന്മന ഓട്ടിസം ബാധിച്ച അഞ്ജനയ്ക്ക് നടക്കാൻ പോലും കഴിയില്ലെന്നും ചെയറിൽ ഇരിക്കാൻ മാത്രമേ കഴിയൂ എന്നും നാട്ടുകാർ പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് 18 തിരൂർ. മത്സ്യബന്ധനം നടത്തിയും പശുവിനെ വളർത്തിയും ഏറെ കഷ്ടപ്പെട്ട് മകനെ പഠിപ്പിച്ചു വലുതാക്കിയ മലപ്പുറം വെളിയങ്കോട്ടെ മാതാപിതാക്കളുടെ കഥ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഉന്നത പഠനത്തിന് ശേഷം മകൻ ഗൾഫിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനായി. എന്നാൽ വാർദ്ധക്യകാലമായിട്ടും ആ അച്ഛനും അമ്മയും ഇപ്പോഴും പണ്ടത്തെ പോലെ അധ്വാനിച്ച് ജീവിക്കുന്നു. വിവാഹത്തോടെ മകൻ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറന്നു. പിന്നെ വീട്ടിലോട്ട് പണമൊന്നും അയക്കാതെയായി. ഒടുവിൽ ജീവനാംശം ആവശ്യപ്പെട്ട് അമ്മയ്ക്ക് കോടതിയിൽ നിയമ പോരാട്ടം നടത്തേണ്ട ഗതികേട്. നേരത്തെ തിരൂർ കുടുംബ കോടതി
അമ്മയ്ക്ക് മാസം 5000 രൂപ വീതം ചിലവിന് കൊടുക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ച മകന് അവിടെയും തിരിച്ചടി. മാതാവിന് ജീവനാംശം നൽകാൻ മക്കൾക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഹൈക്കോടതി അമ്മയ്ക്ക് ചെലവിന് നൽകേണ്ടത് മക്കളുടെ ധാർമ്മികവും നിയമപരവുമായ കടമയെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ഗൾഫിൽ 2 ലക്ഷം രൂപ വരുമാനമുള്ള മകന്റെ വാദം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. സ്വന്തം മാതാപിതാക്കളോട് വാർദ്ധക്യകാലത്ത് ചെയ്യുന്ന ഈ ക്രൂരതകളെല്ലാം നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ടെന്ന ഓർമ്മ വേണം കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.